ജാതി ഫീല്. പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളെ ബുള്ളറ്റ് എടുക്കാനായിട്ട് പോകാനായിട്ടാ. ഏകദേശം ഒരു മാസമൊന്നും അല്ല, ഏകദേശം 2-3 മാസമായെന്ന് തോന്നുന്നു നമ്മൾ വണ്ടി കയറ്റിട്ട്. വേറെ പണിയൊന്നുമില്ല, നമ്മൾ ആ ഹെഡ്ലൈറ്റ് കൊണ്ട് വയ്ക്കാനായിട്ട് പോയതാണ്. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിൽ നിന്ന് എടുക്കാനായിട്ട് പോകുന്നു. കുറേ നാളായി അവിടെ ഇരിക്കുകയാണ്. എന്താണ് അവസ്ഥയെന്ന് ഇപ്പോൾ അറിയത്തില്ല, പോയി നോക്കണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് പെട്രോൾ മേടിച്ച് മേടിക്കണം, വണ്ടിയുടെ പൈസ കൊടുക്കണം, എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരണം. അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ബുള്ളറ്റിൻ്റെ വീഡിയോ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി അങ്ങനെ വണ്ടി എടുത്ത് റോഡിൽ കൂടെ ഓടിച്ച് അങ്ങനെ പോണ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ ബുള്ളറ്റിനെ കാണിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളിനി പോയി വണ്ടി എടുത്തുകൊണ്ട് വരാനായിട്ട് പോയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവേ. 200 കുപ്പിയിൽ 200 രൂപയ്ക്ക് തികയില്ല. ഞാൻ മറ്റേ വണ്ടി എടുക്കാനായിട്ട് ഉണ്ടോ, ബുള്ളറ്റ് ഓ എടാ ഇതിലൊരു 50 കൂടെ അടിച്ചോ. ഗൂഗിൾ പേ. ലോക്കലോട്ടത്തിന് ചൈറ്റ് വേണ്ടടാ. അപ്പോൾ പെട്രോൾ മേടിച്ച് ചേട്ടാ, 200 രൂപയ്ക്ക് പെട്രോൾ മേടിച്ച്. അതുപോലെ തന്നെ ഇതിനും 50 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്, ധാരാളം. അപ്പോൾ ഏതായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പം വണ്ടി എടുക്കാൻ നല്ല റിസ്ക്കാണ് കേട്ടോ, രാവിലെ കൊണ്ടുപോകണം. കാരണം നമ്പരില്ലാതെ പുറത്തിറക്കാൻ സത്യം പറയാല്ല പേടിയാണ്. അതിൻ്റെ കണ്ടീഷനൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് റോട്ടിൽ പോലും ഓടിക്കത്തില്ല. ഇൻസ്റ്റയിലെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ, മഴയത്ത് എങ്ങനെ ഓടിക്കുമെന്ന്. വെയിലത്ത് പോലും ഓടിക്കത്തില്ല, പിന്നെ മഴയത്ത് ഓടിക്കതാ. കാരണം വെച്ചാൽ വണ്ടി ഇറക്കാറില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ജസ്റ്റ് വല്ലപ്പോഴും വല്ല പണിയാനാ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ എടുക്കാനായിട്ട് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ വണ്ടി, അല്ലാതെ വണ്ടി കയറി ഇറക്കത്തൊന്നുമില്ല. ഏതായാലും നമുക്ക് പോയി എടുത്തോണ്ട് വരാം, നോക്കാം. പിന്നെ എല്ലാവരും വിളിച്ചു കേട്ടോ, ആരെയും പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടത് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വണ്ടീനെ എടുത്തോണ്ട് വന്നു. പിന്നെ എപ്പോഴേലും വന്നിട്ട് ഈ ഒരു വണ്ടി എടുത്താൽ മതിയല്ലോ. കാരണം നമ്മളെ ബുള്ളറ്റ് കയറ്റിയിട്ട് കുറേ ദിവസമായിട്ടോ, കുറേ ദിവസം എന്ന് വെച്ചാൽ 3 മാസം അടുപ്പിച്ച് എന്തായാലും ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, അപ്പം നമ്മളെ ചെറുക്കണ്ടായിരിക്കുന്നുണ്ട ഹെഡ്ലൈറ്റൊക്കെ വെച്ച്. എൻ്റെ മോനെ കിടിലനായിട്ടാ, എക്സ്ട്രാ ക്ലാമ്പൊക്കെ വെച്ച്. ഇതൊക്കെ ഏതായാലും കാണിച്ചു തരാം. അടിപൊളി. ഇതിൻ്റെ ഒരു സ്വിച്ച് എവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. യോ ഓക്കെ, അപ്പോൾ വണ്ടി ഇരിക്കുന്ന ലുക്ക് കണ്ട എങ്ങനെയുണ്ട്. ഇതിപ്പോൾ പെട്രോൾ അടിക്കണം, കൊണ്ടുപോകണം. മറ്റേ വണ്ടി എങ്ങനെ കൊണ്ടുപോകുന്നതാണ് ആലോചിക്കണം. ഫുള്ള് പൊടിയൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ, പൊടിയും ചെളിയൊക്കെ ആയിട്ട് ഇരിക്കുക. അതിൽ നമുക്ക് നേരെ ഇനി വണ്ടി കൊണ്ടുപോകണം. ഗായ്സ്, അപ്പോൾ നമ്മളെ വണ്ടി കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ചാകളക്കാറ് എനിക്ക് മറന്നുപോയി. $350 ആണ്, വൈബ്രേഷൻ കാണും, ക്ഷമിക്കുക. സൗണ്ട് കേട്ടാ, സെറ്റ്.
സോ ഹാപ്പി. ഭയങ്കര സന്തോഷം. നമ്മളെ ഫ്രണ്ട് ബ്രേക്ക് സെറ്റ് ആയിട്ടാ. കാലിപ്പറൊക്കെ കണ്ടോ, ബ്രേക്ക് ഞാൻ പിടിച്ചില്ലെന്ന് തോന്നുന്നു. എല്ലാം എൻജിൻ ബ്രേക്ക് ചെയ്താണ് നിർത്തിയത്. സോ അങ്ങനെ ബ്രേക്കിൻ്റെ ആവശ്യം അതൊരിക്കും വന്നില്ല. ഇപ്പോൾ വന്നു കേട്ടാ. ബ്രേക്ക് ഉണ്ട്. നേരത്തെ ബ്രേക്കേ ഇല്ലായിരുന്നു. ബ്രേക്കൊക്കെ കൊണ്ട് ഫുൾ സെറ്റ്. ഞാൻ മിക്കവാറും പറന്നു പോകും. വണ്ടിക്ക് ഹോണൊന്നും വേണ്ട, സൗണ്ട് തറ്റ ധാരാളം. കോണുപ്പാളൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. പുതിയ കോണുപ്പാളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഹെഡ് കയറ്റി ഫുള്ള് സെറ്റാക്കി എടുത്ത്. നമ്മളെ പുത്ത ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് ഞാൻ എന്തായാലും പിടിച്ചെന്തി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ല, അതാണ് ഒരു ടാസ്ക് ആയിരിക്കുന്നത്. ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കാണിച്ചു തരാം. വണ്ടിയെ കുറിച്ച് സിനിമാറ്റിക് ഷോട്ട് കൂടെ ഒക്കെ ആഡ് ചെയ്യാൻ കുറേ നാളായില്ലേ വണ്ടി കാണിച്ചിട്ട്. കാർബേറ്റർ വണ്ടിയാണ്, കട്ട് ഓഫ് വയ്ക്കുന്നത് ജാതി ഫീലേ. സത്യം പറഞ്ഞാൽ വണ്ടി 220 സ്പ്ലെൻഡർ ഉള്ളതുകൊണ്ട് ഈ ഒരു വണ്ടിയുടെ ആവശ്യം, ഈ ഒരു വണ്ടി നമ്മൾ റോഡ് പർപ്പസിൽ അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യം ഇതുവരെയ്ക്കും അങ്ങനെ വന്നിട്ടില്ല. ഇതൊക്കെ ഇറങ്ങിയാണ്ടല്ലോ മാരക റോഡ് പ്രസൻസ് ആണ്. പക്ഷെ അങ്ങനെ ഇറങ്ങാനത് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുവരെ ഈ വണ്ടി കൊടുക്കാൻ തോന്നില്ല കേട്ടോ. ഇത് ഓടിച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി കൊടുക്കാൻ തോന്നില്ല. പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആണ് ഇടയ്ക്ക് ഞാൻ കൊടുക്കണമെന്നൊക്കെ പറയാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എസ്കോട്ടൊക്കെ പോയിട്ട് വേണം സെറ്റാക്കാൻ, ഇല്ലെങ്കിൽ പടിയിട്ട് കേട്ടാ. ഇതിൻ്റെ ആ ഒരു റോഡ് പ്രസൻസ് അത് വേറെയാണ് കേട്ടോ. പ്രൈസ് അപ്പോൾ വണ്ടി ഇതാ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പോകണം. അതിനുമ്പോഴൊക്കെ ജസ്റ്റ് കട്ട് ഓഫ് അടിച്ച് സൗണ്ട് കേൾപ്പിച്ചു തരാം. സൗണ്ട് എങ്ങനെയുണ്ട്? പോണേ പിന്നെ ആർക്ക് വേണം ഇവിടെ ഓടി. പൈസ അപ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റ് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ പുതിയ കവറിങ്ങാണ്. ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിട്ട് കേട്ടോ. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇനിയിപ്പം വണ്ടിയുടെ ലൈറ്റ് സെറ്റപ്പ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ലൈറ്റിൻ്റെ സെറ്റപ്പ് കേട്ടോ. നമ്മളെ വണ്ടിയുടെ അറിയോ എന്നുള്ള ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഒരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല വേണ്ട പഴയ വീഡിയോ നോക്കിയത് കേട്ടോ. ഇതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കൊടുത്തേക്കാം. നമ്മൾ കസ്റ്റം ചെയ്തെടുത്താണ് കേട്ടോ വണ്ടിയുടെ പേര് വെച്ചിട്ട്. അതുപോലെ തന്നെ ഒരു DRL വന്നിട്ടുണ്ട്. DRLൻ്റെ കളറുണ്ട് കേട്ടോ. എനിക്ക് വൈറ്റാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ട. എന്താ ഓറഞ്ച് വൈറ്റ്. ഇതിപ്പം ലൈറ്റ് ഓഫ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് വന്നിട്ടുള്ളത് ഇതാണ്ട് കാണിച്ചു തരാം. കണ്ടോ ഡിമ്മും ബ്രൈറ്റും. ഓറഞ്ചിനെ കാട്ടി വൈറ്റ് തന്നെ കേട്ടോ നല്ലത് കുറച്ചുകൂടി. ഇനി വൈറ്റാണ് ഇഷ്ടപ്പെട്ട. വൈറ്റും റെഡും വീഡിയോയിലൊക്കെ നൈസായിരിക്കും സംഭവം. സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി മെറ്റൽ പീസാണ്, മറ്റത് ഫൈബറാണ്. പൊട്ടി പോവും. ഇത് വെൽഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. വേറെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വണ്ടി സെറ്റാണ്. പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും ചെയ്തില്ല നമ്മൾ. പിന്നെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും ചെയ്തോളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കേട്ടോ. പുതിയ കാലിപ്പർ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുതിയ കാലിപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതെ പുത്തൻ കാലിപ്പറാണ് കേട്ടോ. സെക്കൻഡ് ഒന്നുമല്ല, ഫ്രഷ് സാധനമാണ്. 2000 സംതിങ് ഞാൻ അത്ര വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2500 2700 ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ DRLൻ്റെ സ്വിച്ച് ഇവിടെയാണായിട്ട് കൊടുത്തിട്ടുള്ള. ഇത് ജസ്റ്റ് വേറെ എങ്ങും വയ്ക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഇല്ല, അല്ലെങ്കിൽ ഹാൻഡിൽ വയ്ക്കണം. ഇത് കുഴപ്പമില്ല, ഇവിടെ ഒതുങ്ങിയിരുന്നോളും. അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം ജസ്റ്റ് ഇതൊന്ന് ബ്ലാക്ക് അടിച്ച് വയ്ക്കണം. അപ്പോൾ അതൊക്കെയാണ് സെറ്റപ്പുള്ളത്. അപ്പോൾ ഇനി വണ്ടി മൊത്തത്തിലൊന്ന് കഴിയണം കേട്ടോ. ഫുള്ള് ചെളിയല്ല, ഒരുമാതിരി പൊടി പിടിച്ച് ഇതൊക്കെ ഡള്ളായിരിക്കും. അപ്പോൾ ഒന്ന് കഴുകി നല്ല സെറാമിക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ചോദിച്ചവർക്ക് വണ്ടി അവിടെ ഇരിപ്പുണ്ട്. വണ്ടി കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. കൊടുക്കാമെന്ന് പറഞ്ഞൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് കൊടുക്കാൻ തോന്നില്ല, അതാണ് അവസ്ഥ. ഏതായാലും നമുക്ക് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാവേ. അപ്പോൾ നമ്മൾ വണ്ടി കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ കളർ ഇപ്പോഴത്തെ കളറൂടെ നോക്കിയ വണ്ടി അടിപൊളിയായില്ലേ, അടിപൊളിയായി സെറ്റാക്കി കഴിവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് തുടച്ചിട്ട് നമ്മൾ ആ സെറാമിക്ക് പോളിഷും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് വണ്ടി സെറ്റാവും. അപ്പോൾ എന്തായാലും അതൊന്നും ഇനി കാണിക്കുന്നില്ല കേട്ടോ, കാരണം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം വെട്ടവും കാര്യങ്ങളൊക്കെ പോകും. എന്തായാലും ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചിരുന്നു. അതുപോലെ ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ചിട്ട് ഇതിൽ ഒഴിച്ച എണ്ണ അത്രയും പോയിട്ടാ. ഇവിടുത്തെ ഓസ് കംപ്ലൈൻ്റ് ആയി ഇതായിരിക്കുന്ന സാധനം ചെറിയതാണ്ട് ഇത്രയും കീറലുണ്ടായിരുന്നു. ഇവിടെ അത്രയും പെട്രോളിൻ്റെ സ്മെല്ലടിച്ചൊന്ന് ഇറങ്ങി നോക്കിയപ്പം പെട്രോൾ കംപ്ലീറ്റ് പോയേട്ടാ. അതാ ഇതായിരുന്നു ഇവിടുത്തെ ഓസിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും അതെന്താ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റാണ് കേട്ടോ, വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മളെ ഹെഡ്ലൈറ്റും സ്വിച്ചും കാര്യങ്ങളും കാണിച്ചില്ല. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇത് ഓറഞ്ച് കേട്ടോ, ഓറഞ്ച് കുറച്ചുകൂടി വെട്ടം കുറച്ച് കാണിച്ചു തരാം. ഓറഞ്ച് ഈ ലുക്കായിരിക്കും. എനിക്ക് ഓറഞ്ചിനെ കാട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട വൈറ്റാണ് കേട്ടോ. എന്താ നൈസല്ലേ സംഭവം. ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് മാറിയ പോക്കണ്ട. ഓക്കെ, അപ്പോൾ ഹെഡ് സെറ്റ് ചെയ്യാൻ ഒരുപാട് നാളുകൊണ്ട് പറയുന്നു. അപ്പോൾ ഏതായാലും ഹെഡ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ചെറുക്കൻ ഇതായിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. I live inside my own world of make-believe. Kids screaming in the cradles, profanities. I see the world through ice covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spread. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ വണ്ടി ജസ്റ്റ് എടുത്തുകൊണ്ട് വന്നതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽ അല്ല, ഇതിൻ്റെ കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളാ റോക്കി ബൈര വണ്ടി എത്തിയിട്ടുണ്ട്. എഗരോട്ട് തലയെടുപ്പോടെ ഹെഡ്ലൈറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും സെറ്റ്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ. ഓക്കെ.